സ്നേഹം നിറഞ്ഞ കലാസ്നേഹികളെ, ഞങ്ങൾ അവതരിപ്പിക്കുന്നു മാനസാന്തരത്തിന്റെ പാതയിൽ. ഞങ്ങൾ ഈ കഥയിലെ സഹചാരികളാണ്. ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് ഒരു മാനസാന്തരത്തിന്റെ കഥ. ഇത് ഒരു പാപമോചനത്തിന്റെ കഥയാണ്. നമ്മുടെ ദൈവത്തിന്റെ ശക്തനായ ഒരു പോരാളിയുടെ കഥയാണ്. ഒരു വലിയ വീഴ്ചയിലൂടെ സത്യത്തെ തിരിച്ചറിഞ്ഞ സൗളിന്റെ കഥ. അയ്യോ, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. എന്റെ കണ്ണുകളുടെ കാഴ്ച നഷ്ടമായിരിക്കുന്നു. ആരാണ് എന്നെ തള്ളിയിട്ടത്? എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ? ആരാണ് എന്നെ കൊല്ലപ്പുറത്ത് തള്ളിയിട്ടത്? സൗൾ, സൗൾ, നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? ആരാണ് കർത്താവേ അങ്ങ്? നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. നീ എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ ഞാൻ അറിയിക്കും. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. ഈ നിമിഷത്തിൽ ഞാൻ ചെയ്തു പോയ ഓരോ ചെയ്തികളും എന്റെ മനോമണ്ഡലത്തിലൂടെ കടന്നു പോകുന്നു. ഞങ്ങൾ ഭൂതകാലത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന മാതാവ്. 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 നമ്മുടെ വില്ലാളികൾ സൗൾ അങ്ങേ മോഹം കാണിക്കാൻ കാത്തിരിക്കുന്നു. കടന്നുവിടാൻ പറയും. സ്വാഗതം സൗൾ, സ്വാഗതം. എന്തൊക്കെയുണ്ട് സൗൾ പുതിയ വിശേഷങ്ങൾ? ധാരാളം കൊണ്ട് പറയുന്നതിന് മനസ്സിൽ നമ്മുടെ ദേശത്തെ ക്രിസ്തീയ പരീക്ഷകളെ തെരഞ്ഞുപിടിച്ച് അവരെ ഉന്മൂലനം ചെയ്യുകയാണ് എന്റെ വ്രതം. നാം നിങ്ങൾ സൗകര്യമായിരിക്കുന്നു സൗൾ. പ്രഭു, ഈ ദേശത്തിന്റെ പകുതിയിലേറെ പ്രദേശം ഞാൻ അങ്ങനെയൊക്കെ നടപ്പാക്കി കഴിഞ്ഞു. അടുത്ത ദേശത്തേക്ക് പോകുവാൻ അനുവാദം നൽകിയാണ്. അനുവാദം നൽകിയിരിക്കുന്നു സൗൾ. എന്റെ മമ്മി ഉണ്ടാക്കിയ കത്തി കാണിച്ചത് അടിയനെ വിളിച്ചു തരാൻ അനുവദിച്ചാലും ഞങ്ങൾ വർത്തമാനകാലത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന വാക്ക്. 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 കർത്താവേ, ഞാൻ കിടക്കുന്നത് അറിയാതെ എന്റെ അഹങ്കാരമാവുന്ന കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു. എനിക്ക് കിട്ടിയ അടി എന്റെ ജീവിതത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കമായിരിക്കുന്നു. ഇതൊരു പുനർജന്മമാവുന്നു. ആന്തരിക കാഴ്ചയിലൂടെ എനിക്ക് യേശുവെ അങ്ങേ അടുത്തറിയാൻ കഴിയുന്നു. ആരാണ്? ഞാൻ അനന്യാസ്. ഞാൻ ഈ പേര് എവിടെയോ കേട്ടിരിക്കുന്നു. അതെ, എന്റെ യേശു എന്റെ കാതുകളിൽ പറഞ്ഞ അതേ പേര്. ക്രിസ്ത്യാനികൾക്കെതിരായി നീ എന്തുമാത്രം തിന്മകൾ ചെയ്തിരിക്കുന്നു. അതെ, ഞാൻ പാപിയാണ്. എന്റെ യേശുവിനെ അറിയാതെ ഞാൻ പലതും ചെയ്തു പോയി. എന്റെ പ്രശസ്തി മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. ഇപ്പോൾ ഞാൻ അറിയുന്നു എന്റെ യേശുവിന്റെ സ്നേഹം. വിജാതീയർക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുന്നിൽ
കർത്താവിന്റെ നാമം വഹിക്കുകയാണ്. കർത്താവേ, ഈ പാവിയായ എന്നെയാണോ ഇത്രയും വലിയ ദൗത്യം ഏൽപ്പിക്കുന്നത്? എന്റെ കാഴ്ച തിരിച്ചെടുക്കുവാനും നീ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും വേണ്ടിയാണ് ദൈവം എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നത്. കർത്താവേ, എന്റെ കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു. അങ്ങനെ കർത്താവേ, എന്റെ കാഴ്ച തിരിച്ചു കിട്ടിയിരിക്കുന്നു. നിനക്ക് വേണ്ടി വേല ചെയ്യുക മാത്രമാണ് കർത്താവേ ഇനി മുതൽ എന്റെ വ്രതം. കർത്താവേ, നീയാണ് രക്ഷ. കർത്താവേ, ഏത് പ്രതികൂല സാഹചര്യത്തിലും പതറാതെ മുന്നോട്ട് നീങ്ങാൻ എനിക്ക് ശക്തി തരൂ. കർത്താവേ, നീ മാത്രമാണ് സത്യം. അയ്യോ, കർത്താവേ, നീ മാത്രമാണ് രക്ഷ.